ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കലാനിധി ട്രസ്റ്റിന്റെ ONV പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കലാനിധി ട്രസ്റ്റിന്റെ ONV പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ പോളിസി 2025 അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ പോളിസി 2025 അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പി ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? പി ജയചന്ദ്രനാണ്. മരണാനന്തരമാണ് പുരസ്കാരം ലഭിച്ചത്. പി ജയചന്ദ്രനാണ് അർഹനായത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജൂഡോ റെഫറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ജയശ്രീയാണ്. കേരളത്തിലെ ആദ്യ വനിത ജൂഡോ റെഫറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ജയശ്രീയാണ്. 5 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച് സമുദ്രാന്തര കേബിൾ ശൃംഖല ഒരുക്കുന്ന മെറ്റയുടെ പദ്ധതി ഏതാണ്? പ്രൊജക്ട് വാട്ടർ വർത്ത് ആണ്. 5 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച് സമുദ്രാന്തര കേബിൾ ശൃംഖല ഒരുക്കുന്ന മെറ്റയുടെ പദ്ധതിയാണ് പ്രൊജക്ട് വാട്ടർ വർത്ത്. വിനോദസഞ്ചാര മേഖലയിലെ ആദ്യത്തെ സൗരോർജ്ജ ശിങ്കാരവള്ളം ഏതാണ്? കതിരവനാണ്. നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിനായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളവും തെലങ്കാനയാണ്. അപ്പോൾ നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിനായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളാണ് കേരളം, തെലങ്കാന. ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായി ധാരണാപത്രം ഒപ്പിട്ട സ്ഥാപനം ഏതാണ്? ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോക ആരോഗ്യ സംഘടനയുമായി ധാരണാപത്രം ഒപ്പിട്ട സ്ഥാപനമാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡിന് അർഹയായതാരാണ്? മനു ഭാക്കറാണ്. 2024 BBC സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡിന് അർഹയായത് മനു ഭാക്കറാണ്. ഓക്കെ, താങ്ക് യു ഓൾ.